ഹലോ മക്കളെ, അക്ഷയ് സാറാണ് മക്കളെ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, അതായത് CBSE-കാരുടെ ടെക്സ്റ്റ് ബുക്കാണ് NCERT. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൃത്യമായി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. NCERT എങ്ങനെ കൃത്യമായിട്ട് വായിക്കണം, നമ്മുടെ മക്കളിൽ പലർക്കും അറിയില്ല. അവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലും ആ ടെക്സ്റ്റ് ബുക്കിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് മക്കളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. വീഡിയോ അതുപോലെ അവസാനം വരെ കാണാം. പ്ലസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ട്സും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. യെസ്. അപ്പോൾ ഹൗ ടു റീഡ് NCERT, റീഡിങ് മാത്രമല്ല എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം, എങ്ങനെ അത് നമ്മൾ പരീക്ഷയിൽ എഴുതണം, ഇമ്പോർട്ടൻസ് ഓഫ് NCERT, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ ഹൈലൈറ്റ്. കുറേ എക്സാമ്പിൾ സഹിതമാണ് പറയുക, പ്രൂഫ് സഹിതമാണ് പറയുക, ഞാൻ വെറുതെ പറയുന്നതല്ല. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ പറയുന്ന ഒരു കാര്യം, വാട്ട് ടു റിമെമ്പർ. ഞാൻ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഒരു പോയിന്റ്സ് പോലെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6. ഓക്കെ, ഓരോന്നിലേക്കും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്രെയിനോട് നമ്മൾ തന്നെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നമ്മൾ CBSE പഠിക്കുന്ന കുട്ടികളാണ്. NCERT ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിൽ യാതൊരു തർക്കവുമില്ല. NCERT ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. NCERT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുക. NCERT നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് NCERT പഠിച്ച കൺസെപ്റ്റ് തന്നെയായിരിക്കും, പക്ഷെ ചോദ്യം ചോദിച്ചിരിക്കുന്ന രീതിയിൽ കുറെ വ്യത്യാസങ്ങളുണ്ടോ, അതിലേക്കൊക്കെ നമ്മൾ വരാം. സോ NCERT ഈസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. നെവർ സ്കിപ്പ്. മനസ്സിലായോ? NCERT എന്തായാലും വായിച്ചിരിക്കണം, വായിച്ചു പഠിച്ചിരിക്കണം, നിർബന്ധം. രണ്ടാമത്തത്, റീഡ് എവരി ലൈൻ കെയർഫുള്ളി. എല്ലാ ലൈൻ ബൈ ലൈൻ, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, ഒരു പാരഗ്രാഫ് പഠിക്കുമ്പോൾ ആ പാരഗ്രാഫിൽ ചില ഭാഗങ്ങൾ ബോൾഡ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കാറുണ്ട്. അത് മാത്രമല്ല എല്ലാ ലൈനും വായിച്ചു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഉദാഹരണ സഹിതം പറയാമേ. പിന്നെ അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് മെമ്മറൈസ്. ഓക്കെ, നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് അലിമെന്ററി കനാൽ, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. അപ്പോൾ അലിമെന്ററി കനാൽ ഉണ്ട്. ഇത് എൻ്റെ കാര്യമല്ലേ പറയുന്നേ, എൻ്റെ ബോഡിയിലുള്ള കാര്യത്തെക്കുറിച്ചല്ലേ ഞാൻ പഠിക്കുന്നേ. അതെനിക്ക് മനസ്സിലാക്കി പഠിച്ചൂടെ? മനസ്സിലാക്കി പഠിച്ചാൽ പോരെ? ഗ്ലാൻഡുകളുണ്ട്, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. എൻ്റെ വായക്കകത്ത് സലൈവറി ഗ്ലാൻഡ് ഉണ്ട് എന്നുള്ളത് അത് ഫാക്റ്റാണ്. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സയൻസിൽ നമ്മൾ പഠിക്കാറ്. അപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം? മനസ്സിലാക്കി പഠിക്കണം. എന്ത് ചെയ്യരുത്? മെമ്മറൈസ് ചെയ്യരുത്, ബൈഹാർട്ട് ചെയ്യരുത്. ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ് ഹൈലൈറ്റ് ചെയ്യാൻ മടിക്കരുത്. കാരണം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ കുറച്ചുകൂടി എന്ത് ചെയ്യും? അത് ഫീഡ് ചെയ്യും. നമ്മൾ പലപ്പോഴായിട്ട് നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത ടേം നമുക്ക് കാണും. അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത ടേം കാണുമ്പോൾ നമുക്ക് പരീക്ഷയിൽ നമ്മളിങ്ങനെ ആൻസർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിൽ റിമെമ്പർ, ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഭാഗമായിരുന്നു, ഇറ്റ്സ് ആൻസർ ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ്? ഡയഗ്രാംസും ടേബിൾസും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഡയഗ്രാംസ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ഒക്കെ ഉണ്ടാവൂലേ, അതൊക്കെ നിർബന്ധമായി പഠിക്കുക. ടേബിൾസ് പഠിക്കുക, യൂണിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ടല്ലോ, നിർബന്ധമായി പഠിക്കുക. NCERT ക്വസ്റ്റ്യൻസ്, എല്ലാത്തരം NCERT ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം, നിർബന്ധമാണ്. കാരണം NCERT ബേസിസിലാണ് നിങ്ങളുടെ ബോർഡ് എക്സാം. സോ NCERT ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം? ഫേസ് ചെയ്യണം. NCERT ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ വായിക്കണം ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ, കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം, ഹൈലൈറ്റ് ചെയ്യണം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, എന്നിട്ട് നോട്ട് മേക്ക് ചെയ്യുക, ഒരു സിമ്പിൾ ആയിട്ടുള്ള നോട്ട് മേക്ക് ചെയ്യുക. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക, നിരന്തരമായ പ്രാക്ടീസ്, റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സക്സസിലേക്ക് എത്താൻ. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ NCERT ടെക്സ്റ്റ് ബുക്കിനെ ആ രീതിയിൽ തന്നെ കാണണം. ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചോ, ശ്രദ്ധിച്ചോ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. NCERT എന്ന് പറയുന്നത് എല്ലാത്തരം എക്സാമിൻ്റെയും, അത് നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്ന പല കോമ്പറ്റിറ്റീവ് എക്സാംസും, ഇപ്പം നീറ്റ്, JEE പോലുള്ള കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ NCERT ആണ് അവരുടെ സിലബസ്. അപ്പോൾ NCERT എന്ന് പറയുന്നത് എല്ലാത്തരം എക്സാമിൻ്റെയും ഒരു തരം ബേസ് ആണ്. സോ വളരെ കൃത്യമായി ഓരോ കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ ഈ +1 +2 പഠിച്ച് ഭാവിയിൽ ഒരു പ്രൊഫഷണൽ കോഴ്സസിലേക്ക് പോകുമ്പോൾ ബിഫോർ ദാറ്റ് യു നീഡ് ടു റൈറ്റ് എ കോമ്പറ്റിറ്റീവ് എക്സാം. അപ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാം ഒക്കെ എഴുതണമെങ്കിൽ ഇപ്പോഴേ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാക്കി, ജസ്റ്റ് ഒരു പഠിക്കണമല്ലോ, ബോർഡ് എക്സാമിന് മാർക്ക് എടുക്കണമല്ലോ എന്ന രീതിക്ക് ഉപരി കൃത്യമായ കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി പഠിച്ചാൽ
നിങ്ങൾക്ക് ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ ഓൾസോ യു വിൽ ഗെറ്റ് ബെനിഫിറ്റ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാ പറഞ്ഞ റീഡ്, അണ്ടർസ്റ്റാൻഡ്, നോട്ട്, പ്രാക്ടീസ് ആൻഡ് റിവൈസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? ആദ്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ലൈൻ ബൈ ലൈൻ വായിക്കുന്നു, അത് കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. റൺ PR അല്ലേ? ആദ്യം റൺ ചെയ്യണം. റീഡ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി വെക്കുക. ദെൻ യു ഷുഡ് പ്രാക്ടീസ് ഓൺ ഇറ്റ്. ഉണ്ടാക്കി കൊണ്ട് മാത്രം കാര്യമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം റിവൈസ്. എന്തൊക്കെ പഠിച്ചു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു പാരഗ്രാഫ് പഠിച്ചു, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് അടിച്ചതിന് ശേഷം, ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തന്നെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ റിവൈസ് ചെയ്ത് നോക്കണം. ഇനി ഞാൻ അടുത്ത സൈഡിലേക്ക് വരുമ്പോൾ പറഞ്ഞു തരാൻ നോക്കിക്കോ. നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നു എന്ന് വിചാരിക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. സോ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു എയിം ഉണ്ട്. ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് പഠിക്കണം. സി ദിസ് ഈസ് മൈ എയിം. ഇപ്പൊ ഞാൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ഇതാണ്. ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്സസ് ആണ്. ലൈഫ് പ്രോസസ്സസ്. ഓക്കെ, അപ്പൊ ലൈഫ് പ്രോസസ്സസ് എന്ന ചാപ്റ്റർ എനിക്ക് പഠിക്കണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. ലൈഫ് പ്രോസസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കണം. അപ്പൊ ഞാൻ ആദ്യം ആ ചാപ്റ്ററിന്റെ പേര് എനിക്കൊരു ഐഡിയ ഉണ്ടാവണം. സി നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ ആ ചാപ്റ്റർ എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. ചാപ്റ്ററിന്റെ പേര് ലൈഫ് പ്രോസസ് ആണ്. അതിൽ കുറെ ലൈഫ് പ്രോസസ് നമുക്ക് പഠിക്കാനുണ്ട്. റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള ലൈഫ് പ്രോസസ്സുകൾ ഞാൻ അവിടെ പഠിക്കും. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. മനസ്സിലായോ? ഇപ്പോൾ ന്യൂട്രീഷനിൽ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ പിന്നെ നമ്മുടെ പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്, ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്, സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. പിന്നെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ ഫോട്ടോ ഓട്ടോട്രോഫിക് ഉണ്ട്, കീമോ ഓട്ടോട്രോഫിക്. അങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും, സമ്മറി ഉണ്ടാക്കും, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പിന്നെ ഗെറ്റ് എൻ ഐഡിയ ഓഫ് വാട്ട് ആൻഡ് വൈ യു ആർ ഗോയിങ് ടു റീഡ്. നമ്മൾ എന്ത് പഠിക്കുന്നു, അത് ഏത് സമയത്ത് പഠിച്ചു തീർക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം, ഒരു പ്ലാനിങ് ഉണ്ടാവണം. വെറുതെ ഒരു പുസ്തകം എടുത്ത് വായിക്കലല്ല. ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മുൻകൂട്ടി ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഉണ്ടാവണം. ചാപ്റ്റർ ഇങ്ങനെയാണ്, ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ഐ എം പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഞാനത് പഠിക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആവുകയാണ്. സോ എനിക്കൊരു നോട്ട് ബുക്ക് വേണം. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടേബിളിൽ ഉണ്ടാവണം. അതായത് നിങ്ങൾക്ക് എഴുതാനുള്ള നോട്ട്, പെന്ന്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. ആ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, വേറൊരു ടെക്സ്റ്റ് ബുക്ക് വേണ്ട. ഇപ്പോൾ ബയോളജി അല്ലെങ്കിൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക, ചാപ്റ്റർ തുറന്ന് വെക്കുക, നോട്ട് വെക്കുക, ബയോളജി നോട്ട്, പിന്നെ പെൻസില്, പെന്ന്, മാർക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു റീഡ് കെയർഫുള്ളി, ലൈൻ ബൈ ലൈൻ. എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ ലൈഫ് പ്രോസസ്സിലെ ഒരു പാരഗ്രാഫാണിത്. ലൈഫ് പ്രോസസ്സിലെ ഒരു പാരഗ്രാഫാണ്. നിങ്ങൾക്ക് ഇത് ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫാണ്. അപ്പൊ നിങ്ങൾ എന്താ ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കണം. നോക്കിക്കേ, ഫോട്ടോസിന്തസിസ് നടക്കുന്ന സ്റ്റെപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി. ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ്, അത് ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യും. അപ്പൊ അതിന്റെ ഡ്യൂട്ടി ലൈറ്റ് എനർജിയെ ഹാർവസ്റ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അത് കണ്ടെയ്ൻ ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റ്. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് സ്റ്റെപ്പ്? സെക്കൻഡ് സ്റ്റെപ്പ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്തില്ലേ, ഇനി ലൈറ്റിനെ കൺവേർട്ട് ചെയ്തു കെമിക്കൽ എനർജി ആയിട്ട്. ലൈറ്റിനെ കൺവേർട്ട് ചെയ്തു കെമിക്കൽ എനർജി. ഫസ്റ്റ് ലൈറ്റ് എനർജി എടുത്തു, ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്തു, എന്നിട്ട് വെള്ളത്തെ സ്പ്ലിറ്റ് ആക്കി, വാട്ടർ സ്പ്ലിറ്റ് ആക്കി, ഹൈഡ്രോളിസിസ്, വെള്ളത്തെ സ്പ്ലിറ്റ് ആക്കി. വെള്ളം സ്പ്ലിറ്റ് ആയാൽ ഒബ്വിയസ്ലി എന്താ കിട്ടുക? ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. സി മനസ്സിലാക്ക, ലൈറ്റിനെ എടുത്തു ക്ലോറോഫില്ല്, ലൈറ്റിനെ കൺവേർട്ട് ചെയ്തു കെമിക്കൽ എനർജി ആയിട്ട്, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തു, ഹൈഡ്രജൻ ഓക്സിജൻ കിട്ടി. സി അങ്ങനെ കാര്യങ്ങൾ ലൈൻ ബൈ ലൈൻ വായിക്കുന്നു, കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്. സോ കാർബൺ ഡയോക്സൈഡിന്റെ റിഡക്ഷൻ എന്താ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. സോ അതായത് മക്കൾ ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും കിട്ടി അല്ലേ? മക്കളെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും കിട്ടി. സി ഓക്സിജനെ റിലീസ് ചെയ്തു, ഓക്സിജനോട് പറഞ്ഞു റിലീസ്ഡ്. ഹൈഡ്രജൻ എന്ത് ചെയ്തു? ആഡഡ് വിത്ത് കാർബൺ ഡയോക്സൈഡ്. സോ അതിനെയാണ് ഇവിടെ ഈ ടേം ഉപയോഗിച്ചിരിക്കുന്നത്, റിഡക്ഷൻ. റിഡക്ഷൻ മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജനാ, റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു ഫോം കാർബോഹൈഡ്രേറ്റ് ഫുഡ്. അപ്പൊ അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. എന്നിട്ട് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. നമ്മൾ മനസ്സിലാക്കി, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തു ക്ലോറോഫിൽ, സൺലൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി, വാട്ടർ സ്പ്ലിറ്റ്, ഹൈഡ്രജൻ ഓക്സിജൻ കിട്ടി, ഓക്സിജൻ റിലീസ്ഡ്, ഹൈഡ്രജൻ used to combine with carbon dioxide. That is reduction of carbon dioxide to get carbohydrate. See,
അങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റിനെ ഹൈലൈറ്റ് ചെയ്യണം. ദാറ്റ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. ക്ലോറോഫിൽ ഹൈലൈറ്റ് ചെയ്യണം. ക്ലോറോഫിൽ ഹൈലൈറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ റോൾ എന്താ? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ആണ്. കണ്ടാ? കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു എന്ത്? കൺവേർഷൻ ടു കെമിക്കൽ എനർജി ആണ്. വാട്ടർ സ്പ്ലിറ്റ് ആയി. എന്ത് കിട്ടി? ഹൈഡ്രജൻ ഓക്സിജൻ. ഓക്സിജൻ റിലീസായി. ഹൈഡ്രജൻ എന്തിനെ ഉപയോഗിച്ചു? കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ എന്ത് കിട്ടി? കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ വാരി വലിച്ചിടാനോ എല്ലാ വേർഡ്സും ഹൈലൈറ്റ് ചെയ്യാനോ ചെയ്യാൻ പോകരുത്. ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ഷോർട്ട് നോട്ട് മേക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആ വായിച്ച സംഗതികളിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഷോർട്ട് നോട്ട് മേക്ക് ചെയ്യുക. മേക്ക് ഇറ്റ് വെരി ക്രിസ്പ് ആൻഡ് ഷോർട്ട്. പിന്നെ എന്താണ്? ഫോക്കസ് ഓൺ ഡയഗ്രാംസ് ആൻഡ് ടേബിൾ. ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ഫിഗർ ആണിത്. ഇത് ലീഫിന്റെ സെക്ഷൻ ആണ്, ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ ലീഫിനെ കട്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാമല്ലോ. ലീഫിന്റെ മുകളിൽ ലെയർ ഉണ്ട്, താഴെ ലെയർ ഉണ്ട്. കവർ ചെയ്യുന്ന ഏറ്റവും മുകളിലും താഴെയുള്ള ലെയർ എപ്പിഡെർമിസ്. അപ്പർ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ്. അപ്പർ എപ്പിഡെർമിസിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് ക്യൂട്ടിക്കിൾ. പിന്നെ ഇവിടെ കാണുന്ന സെല്ലുകൾ, അപ്പർ എപ്പിഡെർമിസിന്റെ ലോവറിന്റെ ഇടയിൽ കാണുന്ന സെല്ലുകളിൽ ധാരാളം ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ട്. ദീസ് ആർ മീസോഫിൽ സെൽസ്. ദീസ് ഇലോങ്ങേറ്റഡ് സെൽസ് ആർ പാലിസൈഡ് മീസോഫിൽ സെൽസ്. ദീസ് oval shaped cells are called spongy mesophil. They are loosely arranged so that you can see air spaces in between. And here you can see guard cell. This is stomata. അപ്പൊ അങ്ങനെ ഒരു ഫിഗർ കണ്ട് അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും വരച്ചു നോക്കുക. ഇത് അത്രേ വേണ്ടു. ദാറ്റ്സ് ഓൾ നീഡഡ്. പിന്നെ ശ്രദ്ധിച്ചേ, NCERT ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് നിർബന്ധം. NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യണം. റിവൈസ് ചെയ്യണം. ഞാനെല്ലാം പഠിച്ചു, ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് പറഞ്ഞ് ബുക്ക് അടച്ചു വെച്ച് നമ്മൾ റെസ്റ്റ് എടുക്കല്ല. നമ്മൾ റിവൈസ് ചെയ്ത് നോക്കണം. വീക്ക്ലി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മറക്കും. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലും കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിലുണ്ടാവും. കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ചിലപ്പോൾ ലീക്ക് ചെയ്തു പോകും. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, അത് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മറന്നുപോകും. അറ്റ് റെഗുലർ ഇന്റർവെൽസ് യു നീഡ് ടു റിവൈസ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണേ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു ഇവാലുവേഷൻ എടുത്തിരിക്കുകയാണ് NCERTയിൽ നിന്ന് CBSE ബോർഡിൽ. ഇത് ജനറലൈസ് ചെയ്ത് പറയാണ്. മാത്സ്, സയൻസ്, സോഷ്യൽ എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്ത് പറയാണ്. ഒരു ആവറേജ്, ഓൺ ആൻ ആവറേജ് ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ഒരു 40 to 60% ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഫയറിംഗ് ആണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച ടെക്സ്റ്റ് ബുക്കിൽ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഡയറക്റ്റ്. അബൌട്ട് 30 to 40% NCERT കൺസെപ്റ്റിൽ നിന്ന് ചോദിക്കും. കൺസെപ്റ്റ് അറിഞ്ഞെങ്കിൽ ചോദിക്കും. ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഇൻ എനി മാനർ. എക്സാമ്പിൾസ് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കും. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ തന്നെ കൊടുക്കണമെന്നില്ല, പക്ഷെ കൺസെപ്റ്റ് അറിയുമെങ്കിൽ യു ക്യാൻ ഡൂ ദി. കൺസെപ്റ്റ്, ഡയഗ്രാം, ടേബിൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. CBSE അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആൻഡ് ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻ, ഹോട്ട്സ്. അപ്പൊ ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അബൌട്ട് 10 to 20%. അപ്പൊ നമ്മൾ ഒരു ഓൺ ആൻ ആവറേജ് ഒരു 90% ഓളം ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ പക്ക നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. സോ NCERT റീഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇഫ് യു മാസ്റ്റർ NCERT മീൻസ് യു ആർ മാസ്റ്ററിംഗ് CBSE ബോർഡ് എക്സാം. സോ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ, അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്, പ്രാക്ടീസ്, റിവൈസ് ആൻഡ് സ്കോർ ഹൈ. തീർച്ചയായിട്ടും മികച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനസ്സിലായോ? സോ NCERT ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. NCERT അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. ഇതൊക്കെ CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ CBSE തന്നെ റിലീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ CBSE തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. ഡ്യൂറിംഗ് സെല്ലുലാർ റെസ്പിറേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ATP is produced along with the formation of other products in this reaction. Which of the following event is associated with the production of maximum ATP? മക്കളെ, മാക്സിമം ATP മോളിക്യൂൾ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ.
മാക്സിമം ATP എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു മാക്സിമം എനർജി. മാക്സിമം ATP മീൻസ് എനർജി കറൻസിയാണ്. സോ മാക്സിമം എനർജി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഏതിലാണ് മാക്സിമം എനർജി കിട്ടുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാക്സിമം എനർജി കിട്ടുക എപ്പോഴും എയ്റോബിക് റെസ്പിറേഷനിലാണ്. എനേറോബിക് റെസ്പിറേഷനേക്കാൾ കൂടുതൽ എനർജി കിട്ടുക എയ്റോബിക് റെസ്പിറേഷൻ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എത്തനോൾ പ്രൊഡക്ഷൻ ഈസ്റ്റിൽ ദാറ്റ് ഇസ് അനേറോബിക്, ദാറ്റ്സ് റോങ്. ലാക്ടിക് ആസിഡ്, ദാറ്റ് ഇസ് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ഇൻ ദ മസിൽ സെൽ, അനേറോബിക്, ദാറ്റ്സ് റോങ്. കാർബൺ ഡയോക്സൈഡ് ഈസ് സെൽ അനേറോബിക്. കാർബൺ ഡയോക്സൈഡ് ഇൻ ഹ്യൂമൻ ബീങ് ദാറ്റ് ഇസ് എയറോബിക്. സോ ദിസ് ഈസ് എയറോബിക് റെസ്പിറേഷൻ. സോ എയറോബിക് ആണെന്നുള്ളത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഈ ഒരു പാരഗ്രാഫിൽ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? The release of energy in aerobic process is a lot greater than anaerobic. അപ്പോ എയറോബിക് റെസ്പിറേഷനേക്കാൾ അനേറോബിക് റെസ്പിറേഷനേക്കാൾ കൂടുതൽ എനർജി എയറോബിക്കിലാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് റെസ്പിറേഷൻ മെത്തേഡിന്റെ പ്രൊഡക്ട്സിൽ, ഇത് പ്രൊഡക്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് തരം റെസ്പിറേഷനിലാണ് മാക്സിമം എനർജി കിട്ടുക? അത് എയറോബിക്കാ. അപ്പൊ തന്നിരിക്കുന്നത് ഇത് അനേറോബിക്, ഇത് അനേറോബിക്, ഇതും അനേറോബിക്. എയറോബിക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരാൾക്ക് ഇത് കിട്ടും. എയറോബിക്കിലാണ് മാക്സിമം എനർജി ഉണ്ടാവുക എന്നുള്ളത്. ഇത് രണ്ട് എനേറോബിക് ആണ്, അവിടെ എനർജി കുറവാണ്. ഇനി നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ എ നോർമൽ ഹ്യൂമൻ ബീങ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് പമ്പ്ഡ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. മക്കളെ കിഡ്നി, നമ്മുടെ ഹാർട്ടിന്റെ 4 ചേംബർ. ദിസ് ഈസ് റൈറ്റ് ഏട്രിയം and this is right ventricle, this is left atrium and this is left ventricle. ഏത് ചേംബറിൽ നിന്നാണ് ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യപ്പെടുക? ഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യപ്പെടുന്നത് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, ത്രൂ അയോട്ട. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. സോ കൺട്രാക്ഷൻ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ബ്ലഡ് പോവുക. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ ഓപ്ഷൻ ബി ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ. സോ അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ. വെൻ ദി മസ്കുലാർ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ഇൻ ടേൺ ബ്ലഡ് ഈസ് പമ്പ്ഡ് ഔട്ട് ടു ദ ബോഡി. കണ്ട ആൻസർ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഇത് ബോൾഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് ബോൾഡ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ ലൈനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. വിച്ച് ആർ ദ ഫോളോയിങ് അഡാപ്റ്റേഷൻ ഇൻ ഹെർബിവോർ ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഓഫ് സെല്ലുലോസ്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹെർബിവോറിന് എന്താണ്? അവർ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. സെല്ലുലോസ് ആണ് ഡൈജസ്റ്റ് ചെയ്യേണ്ടത്. ടേക്ക് ലോങ് ടൈം. അപ്പൊ അവർക്ക് ലോങ് സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്. അപ്പൊ ലോങ്ങർ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്. അത് എവിടെ പഠിക്കുന്നുണ്ട്? അത് അവർ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാരഗ്രാഫിൽ പഠിക്കുന്നുണ്ട്. ഹെർബിവോർ ഈറ്റിംഗ് ഗ്രാസ് നീഡ് എ ലോങ്ങർ സ്മോൾ ഇൻഡസ്റ്റൈൻ. കണ്ടാ, ലോങ്ങർ സ്മോൾ ഇൻഡസ്റ്റൈൻ ടു അലൗ സെല്ലുലോസ് ടു ഡൈജസ്റ്റ്. അല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ് ആണ്. കാർണിവോർ ഈറ്റ് ചെയ്യുന്ന മീറ്റാ, അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവും. അപ്പൊ കാർണിവോറിന് ഷോർട്ട് മതി, ഹെർബിവോറിന് ലോങ് സ്മോൾ ഇൻഡസ്റ്റൈൻ വേണം. അത് ഈ പാരഗ്രാഫിലുള്ളതാ. അത് ബോൾഡ് ഒന്നും ചെയ്തിട്ടില്ല. അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ മക്കൾ മനസ്സിലാക്കേണ്ടത് ലൈൻ ബൈ ലൈൻ NCERT റീഡിംഗ് ഇമ്പോർട്ടന്റ് ആണ്. വേറൊരു ക്വസ്റ്റ്യൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യനാ. There was a cerebellar dysfunction in a patient. ഒരു പേഷ്യന്റിൽ cerebellar dysfunction, അത് cerebellum ഫങ്ഷൻ ചെയ്യുന്നില്ല. Which of the following activity will get disrupted in the patient as a result? അപ്പൊ cerebellum പോയി അടിച്ചുപോയി. സെറിബെല്ലത്തിന്റെ തകരാറാ. അപ്പൊ എന്താ പ്രശ്നം വരിക? സലൈവേഷൻ ആണോ? ഹങ്കർ കൺട്രോൾ ആണോ? പോസ്റ്റർ ആൻഡ് ബാലൻസ് ആണോ? റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ ആണോ? സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താ? മക്കൾ പഠിക്കും. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ ഓഫ് മസ്കുലാർ ആക്ടിവിറ്റിയാ. കോർഡിനേഷൻ ഓഫ് മസ്കുലാർ ആക്ടിവിറ്റിയാണ്. നമ്മുടെ മസിൽസിന്റെ ആക്ടിവിറ്റി ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക, നമുക്ക് ബാലൻസും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബാലൻസും പോസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ആണ് അഫക്റ്റഡ് ആവുക, പോസ്റ്റർ ആൻഡ് ബാലൻസ്. അപ്പൊ ഒരു പേഷ്യന്റിൽ സെറിബെല്ലത്തിന് കംപ്ലൈന്റ് ആയാൽ അദ്ദേഹത്തിന് എന്ത് പ്രശ്നമാണ് വരിക? പോസ്റ്റർ ആൻഡ് ബാലൻസിൽ പ്രശ്നം ഉണ്ടാവും. സോ അതെങ്ങനെ മനസ്സിലാക്കാം? സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താ? മെയിൻറ്റെയിനിങ് പോസ്റ്റർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി. അപ്പൊ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ തന്നു. ചോദ്യം എങ്ങനെയായിരുന്നു? ഒരു പേഷ്യന്റിന് സെറിബെല്ലത്തിന് തകരാറ് വന്നാൽ എന്ത് ബാധിക്കും? സെറിബെല്ലത്തിന്റെ ഫംഗ്ഷനെ ബാധിക്കുക. അപ്പൊ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡയറക്റ്റ് ആണ്. പക്ഷെ ചോദ്യം ചോദിച്ചിരിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന മാറ്റം. കൺസെപ്റ്റ് അറിഞ്ഞവന് കിട്ടൂലേ? കിട്ടും. ബൈഹാർട്ട് പറഞ്ഞവന് കിട്ടുമോ? ബൈഹാർട്ട് പഠിച്ചവന് കിട്ടൂല. കൺസെപ്റ്റ് മനസ്സിലാക്കിയവന് കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നല്ലോ, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ അസേർഷൻ റീസണിംഗ് ആണ്. ജനറലി നമ്പർ ഓഫ് ക്രോമസോം ഇൻ എ സെൽ ആൻഡ് ഇൻ എ ജേം സെൽ ഈസ് നോട്ട് ദ സെയിം ഇൻ സ്പീഷീസ്.
ജാം സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിൽ, ഹ്യൂമന്റെ കേസിൽ നമ്മളുടെ ബോഡിയിലെ സെല്ലിന്റെ ക്രോമസോം നമ്പർ 46 ആണ്. പക്ഷെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം, ഇപ്പൊ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം, ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം, അവരുടെ ക്രോമസോം എന്ന് പറയുന്നത് നേരെ പകുതിയാണ്, 23 ആയിരിക്കും. സ്പേമിൽ 23 ക്രോമസോമാണ്. അപ്പൊ അത് ശരിയാണ്, ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോം മാത്രമായിരിക്കും എവിടെ ഉണ്ടാവുക, ജേം സെൽസിൽ ഉണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോമിന്റെ പകുതി ആയിരിക്കും ജേം സെൽസിൽ ഉണ്ടാവുക. റീസൺ എന്താ? വെൻ 2 germ cell combine, they restore the total number of chromosome. അതും ശരിയാണ്, അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. അതായത് മക്കളെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പോ മദർ, ഫാദർ, മദറിന്റെ ബോഡി സെൽസ് ക്രോമസോം 46 ആണ്, ഫാദറിന്റെ ക്രോമസോം നമ്പർ 46 ആണ്. അപ്പൊ ഇവര് മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം, ഓക്കെ, ഓർ എഗ്, ഫാദർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പേം ആണ്, സ്പേം, ഓക്കെ. അപ്പൊ ഇതാണ് ജേം സെൽസ്. അപ്പോൾ നമ്മുടെ ബോഡി സെൽസിൽ 46 ക്രോമസോം നമ്പർ, ഈ ജേം സെൽസ് ഓവത്തിൽ ആക്ച്വലി എത്രയേ പാടുള്ളൂ, ഇവിടെ എത്രയുണ്ടോ അതിന്റെ പകുതിയെ പാടുള്ളൂ. സ്പേമിൽ എത്രയേ പാടുള്ളൂ, ഇതിൽ ഇവിടെ എത്രയുണ്ടോ അതിന്റെ പകുതിയെ പാടുള്ളൂ. അതാ പറഞ്ഞിരിക്കുന്നത് ക്രോമോസോം നമ്പർ സെല്ലിലും ജേം സെൽസിലും എന്താണ്, ഡിഫറെന്റ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ട്? ഈ ഓവവും സ്പേമും കൂടി ചേർന്നിട്ടാണ് സൈഗോട്ട്, നമ്മുടെ സൈഗോട്ട് ഉണ്ടാവുന്നത്, സൈഗോട്ട് നമ്മുടെ തുടക്കം സൈഗോട്ടാ. അപ്പൊ എത്രയാണ്? 23, 46. അപ്പൊ മനുഷ്യന്റെ ക്രോമോസോം നമ്പർ ഇവിടെ എന്ത് ചെയ്തു? മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു, റീസ്റ്റോർ ചെയ്യപ്പെട്ടു. ഇവിടെ 23 ആഡ് ചെയ്തു, 46 മനുഷ്യന്റെ തന്നെ അല്ലേ? ആണ്. അപ്പൊ മക്കളെ അസേഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്രഷൻ, അസേഷൻ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമോസോം ആൻഡ് ഹാഫ് ദ നമ്പർ ഓഫ് DNA ആസ് കമ്പയർഡ് ടു ദി നോൺ റീപ്രൊഡക്റ്റീവ് സെൽ. മിയോസിസിനെ കുറിച്ച് പറയുന്നു. ഇതാ റീ എസ്റ്റാബ്ലിഷ്മെന്റ്, റീസ്റ്റോറേഷന് വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്ലാൻസിൽ ഞാൻ പറയാം, NCERT ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഷുഡ് ബി യുവർ പ്രൈമറി, പ്രയർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് NCERT തന്നെയാണ്. ആ NCERT നല്ല രീതിയിൽ തന്നെ വായിക്കുകയും വേണം, ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കണം. ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം, തീർച്ചയായിട്ടും. നോക്കിക്കേ, താങ്ക് യു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മക്കൾക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും പഠിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. തുടർന്നും നമ്മുടെ എല്ലാ സൈലത്തിന്റെ എൻറ്റയർ ടീമിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിന്റെ അടിയിൽ ചോദിക്കാം. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതായിരിക്കും മക്കളെ. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പുതിയ അക്കാദമിക് ഇയർ ആണ്, അടിച്ചു പൊളിച്ച് പഠിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.